ഹായ് എവരി വൺ. പ്ലസ് ടു പ്രിലിംസിൻ്റെ സിലബസിൽ തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേരള ഭൂമിശാസ്ത്രം. കേരള ഭൂമിശാസ്ത്രത്തിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണുള്ളത് നമുക്ക് നോക്കാം. ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇത്രയും ടോപ്പിക്കാണ് കേരള ഭൂമിശാസ്ത്രത്തിൽ തന്നിരിക്കുന്നത്. നമുക്കിന്ന് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ സി കുന്തിപ്പുഴയാണ് ആൻസർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദി ഏതാണെന്ന് ചോദിച്ചാലും കുന്തിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദിയാണ് കുന്തിപ്പുഴ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 1984 നവംബർ 15. 1984 നവംബർ 15 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ 1985. 1985 സെപ്റ്റംബർ 7. 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിച്ചത് 1984 ഉദ്ഘാടനം ചെയ്തത് 1985 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിൽ കാണപ്പെടുന്നതാണ് സിംഹവാലൻ കുരങ്ങുകൾ. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിൽ കാണാൻ കാരണം വെടിപ്ലാവിൻ്റെ സാന്നിധ്യമാണ്. വെടിപ്ലാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത്. ചീവീടുകൾ ഇല്ലാത്ത ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ചീവീടുകൾ ഇല്ലാത്ത ദേശീയോദ്യാനമാണ്. അതുകൊണ്ടാണ് ആ ദേശീയോദ്യാനത്തിന് സൈലന്റ് വാലി എന്ന പേര് വന്നത്. അവിടെ ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ കുറിച്ച് അത്രയും പോയിന്റ് ഓർക്കുക. ഇനി ആദ്യത്തെ ഓപ്ഷൻ പെരിയാറാണ്. നമുക്ക് പെരിയാറിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ. കേരളത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയും പെരിയാറാണ്. കേരളത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാലും പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാറാണ്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ പമ്പയാണ്. പമ്പയെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദിയാണ് പമ്പ. ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ഏക നദിയാണ് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയും പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്
പമ്പയുടെ തീരത്താണ്. ഏത് മാസമാണെന്ന് വെച്ചാൽ ഫെബ്രുവരി മാസമാണ്. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഫെബ്രുവരിയാണ്. പമ്പയുടെ തീരത്ത് വെച്ചാണ്. അടുത്ത ഓപ്ഷൻ ഡി മഹാനദി. മഹാനദിയെക്കുറിച്ച് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് മഹാനദി കുറുകെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് മഹാനദിക്ക് കുറുകെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് മഹാനദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയായ ഷിയോനാഥ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ഷിയോനാഥ് മഹാനദിയുടെ പോഷക നദിയാണ്. ഓർത്തിരിക്കുക, ഷിയോനാഥ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷിയോനാഥാണ്. ഷിയോനാഥ് മഹാനദിയുടെ പോഷക നദിയാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി കൊല്ലമാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. ഒരു മരത്തിന്റെ പേര് അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. ഒരു മരത്തിന്റെ പേര് അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം രൂപീകൃതമായ വർഷം 1984 ആണ്. 1984 ശെന്തുരുണി വന്യജീവി സങ്കേതം രൂപീകൃതമായത്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. രൂപീകൃതമായ വർഷം 1934. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. വർഷം 1958. കണ്ണൂർ ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ആറളം. കണ്ണൂർ ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. വർഷം 1984. കേരളത്തിലെ ഒരേയൊരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറാണ്. കേരളത്തിലെ ഒരേയൊരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറാണ്. കേരളത്തിലെ ഏക ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്ക്. കേരളത്തിലെ ഏക ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യകൂടം ബയോളജിക്കൽ പാർക്ക്. അഗസ്ത്യകൂടം ബയോളജിക്കൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം. മംഗളവനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് മംഗളവനം സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വരുന്ന രാജ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വന്ന രാജ്യത്തെ ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല. 2006 ഇടുക്കിയിലാണ് കുറിഞ്ഞിമല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണെന്ന് വെച്ചാൽ അത് തെന്മലയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ എ മറയൂർ ആണ്. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് മറയൂർ. മറയൂർ ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏക സുഗന്ധവ്യഞ്ജന പാർക്ക് പുറ്റടിയിലാണ്. കേരളത്തിലെ ഏക സുഗന്ധവ്യഞ്ജന പാർക്ക് പുറ്റടി, അത് ഇടുക്കി ജില്ലയിലാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി
പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശമാണ് കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം കോന്നി പത്തനംതിട്ട ജില്ലയിലാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം നിലമ്പൂരാണ്. കനോലി പ്ലോട്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം കനോലി പ്ലോട്ട് നിലമ്പൂരാണ്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയവും നിലമ്പൂരാണ്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം നിലമ്പൂരാണ്. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥാപിക്കപ്പെട്ട വർഷം 1974. തണ്ണീർമുക്കം ബണ്ട് സ്ഥാപിക്കപ്പെട്ട വർഷം 1974. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 1954. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിക്കപ്പെട്ട വർഷം 1954. തണ്ണീർമുക്കം ബണ്ടിന്റെ സാധ്യതയെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് KN റാവു കമ്മീഷൻ. തണ്ണീർമുക്കം ബണ്ടിന്റെ സാധ്യതയെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് KN റാവു കമ്മീഷൻ. കുട്ടനാട് കാർഷിക പാക്കേജിന്റെ മുഖ്യ ശില്പിയാണ് MS സ്വാമിനാഥൻ. കുട്ടനാട് കാർഷിക പാക്കേജിന്റെ മുഖ്യ ശില്പിയാണ് MS സ്വാമിനാഥൻ. കുട്ടനാട് പാക്കേജ് അംഗീകരിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 2008. കുട്ടനാട് പാക്കേജ് അംഗീകരിക്കപ്പെട്ട വർഷം 2008. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ 34 കായലുകളാണുള്ളത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. F ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് ശാസ്താംകോട്ട. F ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ടയാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ശാസ്താംകോട്ട കായലാണ്. F ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായലും ശാസ്താംകോട്ട കായലാണ്. ഇതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണെന്ന് വെച്ചാൽ അത് അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖമാണ് നീണ്ടകര. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖമാണ് നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമായ പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടി കായലിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമായ പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടി കായലിലാണ്. പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ചോദിച്ചാൽ 1988 ജൂലൈ 8-നാണ്. 1988 ജൂലൈ 8-നാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത്. കേരളത്തിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടുള്ള കായലുകളാണ് അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്. കേരളത്തിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടുള്ള കായലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്ട് കായൽ. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്ട് കായൽ. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. നമ്മളിന്ന് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ PSC വെച്ചുള്ള ക്വസ്റ്റ്യൻസിനും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളുമാണ് ഡിസ്കസ് ചെയ്ത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.